ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിസിനസ് ട്രിപ്പ് സീരീസ് 1 ടു ഡൽഹി, ഫ്രം കൊച്ചി ടു ഡൽഹി. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഗെറ്റ് റെഡി വിത്ത് മേലും. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഡെഡിക്കേഷനോട് കൂടെ ഓഫീസിൽ പോകുന്ന ഒരു കോർപ്പറേറ്റ് സ്ലേവ് ആണ് ഗൈസ് ഞാൻ. ആസ് എ കോർപ്പറേറ്റ് സ്ലേവ് ഓഫീസിൽ എന്ത് പറയുന്നു നമ്മളത് ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് വേഗം കുളിച്ച് മാറ്റി ഡ്രസ്സ് മാറ്റി വേഗം പോകാൻ നോക്കാം. കാരണം നമുക്ക് ഇന്ന് ഫ്ലൈറ്റ് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ ഫ്രം കൊച്ചി ടു എയർപോർട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ കാണും. 4 മണിക്ക് ഞാൻ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3:15 ഇറങ്ങിയാലേ അപ്പോഴേക്കും എവിടെ എത്തുള്ളൂ. പക്ഷെ ലേറ്റാണ്. ഞാൻ ഓൾറെഡി എഴുന്നേറ്റത് 3 മണിക്കാണ്. നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ടാവും ഒരു 3:15 എത്തുന്നതാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് 3:30. അപ്പം ഞാൻ വേഗത്തെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ബ്ലാക്ക് ടോപ്പ് എൻ്റെ ഒരു ബ്ലൂ ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി. ശരിക്കും ഓഫീസിൽ പോകുമ്പോൾ ഫോർമൽ വെച്ചിട്ട് പോകേണ്ടതാണ്. പക്ഷേ ആസ് ഇറ്റ് ഈസ് എ ബിസിനസ് ട്രിപ്പ് വി ക്യാൻ ഗോ വിത്ത് വാട്ട് എവർ വി വാണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിടാം. ശരിക്കും മേക്കപ്പിന് ആവശ്യമില്ല, ബ്യൂട്ടി. എന്നാലും ഇരിക്കട്ടെ, കുറച്ചൊക്കെ മേക്കപ്പിലാണ് ഇങ്ങനെ ഇറങ്ങുക. അതിൻ്റെ രാവിലെ തന്നെ ഉറക്കത്തൊക്കെ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ ഉറക്കം തൂങ്ങിയ ഫേസോട് കൂടെ എയർപോർട്ടിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് പ്രൈമറൊക്കെ ഇട്ട് ഇങ്ങനെ നോർമലായിട്ട് നിൽക്കും. പിന്നെ ബാക്കി ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ റെക്കോർഡ് മറന്നുപോയി. സോ മുടിയൊക്കെ ചെയ്തിട്ട് സെറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. വലിയ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി പൊട്ടിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. നമ്മൾ പാക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ലാപ്ടോപ്പ് എടുത്തേക്കണം ഗൈസ്. ഞാൻ മറന്നുപോയി. മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ മറന്നുപോയി. നമ്മൾ ബിസിനസ് ട്രിപ്പിൽ പോകണമെങ്കിൽ ലാപ്ടോപ്പ് എടുക്കണം ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തന്നെ കുറച്ച് ഇങ്ങനെ ആസ്വദിച്ചു. കാരണം സമയം പോട്ടെ. ക്യാബിലെ ഡ്രൈവർ വെച്ചിട്ട് പറഞ്ഞു ഒരു 3:30 ആകുമ്പോഴേക്ക് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സമയം ഒരു 3:39 ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ നമ്മൾ ഇറങ്ങി പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് റൈഡ് വന്നിട്ട് ഞാൻ വെച്ചു കുറച്ച് ക്യാപ്പൊക്കെ ഇട്ട് സെറ്റാണ്. ക്യാപ്പ് ഇടാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മഴക്കാലാണെങ്കിലും ഡൽഹിയിൽ ഇപ്പോൾ സമ്മറാണ്. 44 ഡിഗ്രി ഉണ്ടായിരുന്നു അവിടെ ചൂട്. ഈ സൂര്യന് വേണ്ടവരുണ്ട് സെറ്റാവില്ല. സൂര്യൻ എന്നെ ഇഷ്ടമല്ല, എനിക്ക് സൂര്യനെ ഇഷ്ടമല്ല. ഞങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വരും. സൂര്യനൊന്നും വരില്ലെങ്കിലും എനിക്ക് മൈഗ്രെയിൻ വരും. അപ്പം വർക്ക് പോയിട്ട് ഒന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ സെറ്റായിട്ട് പോകണം. നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നമുക്ക് തലവേദന എന്തൊക്കെ സുഖം വരുമോ അതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് നമ്മൾ പോകാൻ പാടും. അതുകൊണ്ട് അവിടെ പോയിട്ട് ഇരിക്കുന്നത് നല്ലതല്ലേ. അപ്പം നമ്മൾ വേഗത്തെ പാക്ക് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങി. അല്ലെങ്കിൽ ക്യാബിൽ ചേട്ടൻ എൻ്റെ കൂട്ടാതെ പോകും. ഓടിച്ചിട്ട് പിടിക്കാൻ ഫ്ലൈറ്റിൽ ബസ്സും കാരണമല്ലല്ലോ, അതൊക്കെ സമയം എടുത്ത് പോകും ഗൈസ്. അപ്പം നമ്മൾ ക്യാബ് പിടിച്ച് നമ്മൾ എയർപോർട്ടിലെത്തി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ക്യാബൊക്കെ ഇറങ്ങി അതുകൊണ്ട് കുറച്ച് മേക്കപ്പ് പൊളിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറി. പിന്നെ കുറച്ച് ഫ്ലൈറ്റിൽ വീഡിയോസ് ഒക്കെ എടുത്തു. ഫ്ലൈറ്റിൽ ഫുള്ള് പുകയൊക്കെ ഇട്ടിട്ട് ഒന്നും മനസ്സിലായില്ല. എന്നാലും കുഴപ്പമില്ല, എന്തൊക്കെയൊക്കെ പുകയൊക്കെ ഉണ്ടായിരുന്നു. നാച്ചുറൽ ആയിരിക്കും. പിന്നെ എയർ ഇന്ത്യ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല ശബ്ദങ്ങളൊക്കെ കേൾക്കണ്ടായിരുന്നു. എനിക്ക് വലിയ വിശ്വാസം തോന്നിയില്ലെങ്കിലും ഞാൻ ജീവനോട് അങ്ങ് എത്തുമെന്ന് എനിക്ക് ചെറുതായിട്ടൊരു വിശ്വാസം കുറവുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സേഫായിട്ട് അങ്ങ് എത്തിച്ചു. പിന്നെ ഞാൻ കുറച്ചേരം നിന്നപ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്, എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ പറഞ്ഞിട്ടോ. കാരണം ഇത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ടാണ്. പിന്നെ ഒരു പ്രതീക്ഷ അങ്ങോട്ട് പോകുകയെന്നല്ലാണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ പോകുമെന്ന് പറഞ്ഞാലും ഈ ഫ്ലൈറ്റ് എടുക്കുമ്പോഴും നിങ്ങൾ ഇറക്കുമ്പോഴും എനിക്കറിയാൻ പാടില്ല ഗൈസ്. നിങ്ങൾക്കൊക്കെ കൊണ്ട് വരപ്പെടും. ഞാൻ ഈ ഭൂമിയിൽ ഭൂലോകത്തുള്ള എല്ലാ പടച്ചവന്മാരെയും ദൈവങ്ങളൊക്കെ വിളിക്കും. ഭഗവാനീ പൈലറ്റ് താഴെയിട്ട് പൊട്ടിക്കല്ലേ. താഴെട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെറുക്കിയെടുക്കാൻ നമ്മളെ പോലും കിട്ടില്ല, കരിഞ്ഞ് പൊടിയായിപ്പോകും ഗൈസ്. മൂപ്പര് സൂക്ഷിച്ച് മെല്ലെ. ക്യാപ്റ്റന് ചെറിയൊരു സമയത്ത് മൂഡ് ഓഫോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞിട്ട് മൂപ്പർക്ക് താഴെട്ട് പൊട്ടിക്കാൻ തോന്നിയാൽ നമ്മളെന്ത് ചെയ്യും ഗൈസ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകാശത്തുള്ള കളിയാണല്ലോ. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. രാവിലെ തന്നെ ആയതോടെ നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ കാണാൻ. 2 മേഘങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് കഴിഞ്ഞാൽ പണി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ മനസ്സെന്നോട് എനിക്ക് പണി എടുക്കണ്ടായിരിക്കും, പണി എടുക്കണ്ടെന്ന് പറയും. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. പണി എടുത്തില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് നമ്മൾ പണിയെടുക്കണം ഗൈസ്. അവർ ഒറ്റ കാരണം കൊണ്ട് മാത്രം പണിക്ക് പോകുന്നൊരു ആളാണ് ഞാൻ. പിന്നെ കുറച്ച് സൂര്യനൊക്കെ വന്നു. നേരം വെളുത്തപ്പോൾ സൂര്യൻ വന്നു. ഇപ്പം നല്ല ഭംഗിയായിട്ട് കാണാം. പിന്നെ എയർ ഇന്ത്യൻ്റെ ഈ ജനൽ അവരത് വൃത്തിയാക്കാറില്ല ഗൈസ്. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു നിനക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഞാൻ എന്നെ തന്നെ എടുത്തു സൺകിസ്റ്റ്. നല്ല തലവേദന വെച്ചു. അതിനുശേഷം
സൂര്യൻ എന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സൂര്യൻ ഞാനുള്ള ഭാഗത്തേ വന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തലവേദനിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റത് ഡൽഹി എത്തിയപ്പോൾ പൈലറ്റ് അനൗൺസ് ചെയ്തു, താങ്ക് യു ഫോർ ട്രാവലിംഗ് വിത്ത് എയർ ഇന്ത്യ. അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് സെറ്റായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ, ആകാശത്ത് സൂര്യനെ ഇങ്ങനെ അടുത്ത്. പിന്നെ എയർ ഇന്ത്യൻ്റെ ഫുഡ് പ്രതീക്ഷിച്ചതിലും കുഴപ്പമില്ല, നന്നായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇൻഡിഗോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇൻഡിഗോൻ്റെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എയർ ഇന്ത്യൻ്റെ ഫുഡ് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്രെഡും ബട്ടറായിരുന്നു. കുഴപ്പമില്ല, നല്ലതായിട്ടായിരുന്നു. ബ്രെഡ് തന്നെ നല്ല ടേസ്റ്റായിരുന്നു, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബട്ടറും കൂടി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു റൊട്ടിയും പനീർ ബുർജി, അതായത് പനീർ മറ്റേ മുട്ട പൊരിച്ച് ഉണ്ടാക്കുന്നത്, എഗ് ബുർജി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയ ഒരു സാധനം. കുഴപ്പമില്ല, ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. ഉപ്പും മഞ്ഞളിട്ടും എടുത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ചായ, കട്ടൻ ചായ ഉണ്ടായിരുന്നു. അതിന് നല്ല പാൽപ്പൊടിയും പഞ്ചസാര അവർ തന്നു. എനിക്ക് രാവിലെ ഈ പാൽപ്പൊടി ഇട്ട ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇങ്ങനെ സൂര്യൻ അടിച്ചിട്ടുണ്ടായി, തലവേദനയൊക്കെ കുറച്ച് ശമനം കിട്ടി. പിന്നെ ഒരു യോഗട്ട് കിട്ടി. ആ യോഗട്ട് ഞാൻ കുറെ കഴിച്ചത് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിച്ച്, എന്നിട്ട് പിന്നെ എടുത്ത് കഴിച്ചു. മാംഗോ യോഗട്ടായിരുന്നു, എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. എനിക്ക് തിരിച്ച് വന്നപ്പോൾ ഇന്ത്യയുടെ ഒരു അമൂലിൻ്റെ ഒരു ഫ്രൂട്ട് യോഗട്ട് കിട്ടി. അത് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു അത്. കുഴപ്പമില്ല, മാംഗോവും പിന്നെ ഒരു യോഗട്ടിൻ്റെ ടേസ്റ്റ് അറിയാലോ. അവിടുത്തെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ എയർപോർട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബ് വന്നു. ക്യാബിന് ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു. ചേട്ടൻ ഡൽഹീൻ്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞു തന്നു, ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, ഞങ്ങൾ നേരെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ പോയിട്ട് അവിടുത്തെ സാറ്റർഡേ ഉള്ളായിരുന്നു മീറ്റിംഗ്. അപ്പോൾ സാറ്റർഡേൻ്റെ മുന്നേ ഞങ്ങൾ എത്തുന്നത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ റെഡിയാക്കി വെക്കേണ്ട കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലും നന്നായിരുന്നു, കുഴപ്പമില്ല, നല്ല ക്ലീൻ ആൻഡ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ഹോട്ടൽ. അതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഓഫീസ് അറേഞ്ച്മെൻ്റ് ആണെന്നൊക്കെ ഞാൻ ബുക്ക് ചെയ്തതല്ല, അതുകൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ച് എനിക്കറിയാൻ പാടില്ല. ജിഞ്ചർ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. ജിഞ്ചറിൻ്റെ പേരിട്ടുണ്ടായിരിക്കും, കളർഫുൾ ആയിരുന്നു. എല്ലാ കളറും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പല്ലിക്കാൻ വേണ്ടി ഒരു ബ്രഷും പേസ്റ്റും, സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ എല്ലാ സാധനങ്ങളും സാധാരണ ഒരു ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. കുളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞത്, പക്ഷേ സത്യം പറഞ്ഞാൽ കുളിച്ചിട്ടില്ല ഗൈസ്. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു രാത്രി. എന്തെങ്കിലും സമയം പോട്ടെ, വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ. പിന്നെ ഒരു അൽമാര, സേഫ്, ഷെൽഫ്, പിന്നെ ഒരു വലിയ കണ്ണാടി. ഐ ഡി കാർഡൊക്കെ ഊരിക്കളാണ് ഗൈസ്. ഐ ഡി കാർഡ് ഇട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല, ഒരു അസ്തറ്റിക് വൈബിട്ടില്ല. പിന്നെ കുറച്ച് നേരം കിടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് വാക്കിന് പോയി പുറത്ത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ഔട്ട്സൈഡ് വ്യൂ. നല്ല ഭംഗിയുണ്ടാകും. ഒരു വാളിൻ്റെ തന്നെ ഒരു സൈഡിലായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഉള്ളത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, കാരണം അത്രയും വർക്കുകളുണ്ട്. വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാൻ പോയിട്ട് ഞാൻ ജീവനോട് തിരിച്ചെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നു. ഞങ്ങൾ വർക്കും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ശനിയാഴ്ച റൂമിലെത്തിയത് 1 മണിക്കാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് കിടക്കുമ്പോഴേക്ക് 4 മണിക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലൈറ്റ് കയറിയ വീഡിയോ അല്ലാതെ വേറെ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ യാത്രയിലിടക്ക് 2 ആൾക്കാർ ജോയിൻ ചെയ്തായിരുന്നു, കണ്ടോ? കപ്പിൾസ് ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര. അപ്പൊ നമുക്ക് അടുത്ത ബിസിനസ് ക്ലാസ് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.